Good morning. So, this is our electromagnetic theory 14th class. So, we have already 7 classes. We have basics, vector calculus. That's why 7 classes. We electrostatics, one by one, all laws, problems. Okay, in our revision classes, we have objective type questions. Okay. So, we will start with magnetostatics. So, this magnetostatics, electrostatics basics. But we have Stokes theorem, divergence theorem, current density, magnetostatics. We magnetic field. We already studied electric field. Electrostatics. Magnetostatics. എന്താണ് നോക്കാം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്നൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കേ സോ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഓർ സ്റ്റേഷനറി ചാർജസ് പ്രൊഡ്യൂസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു സ്റ്റാറ്റിക് അല്ലെങ്കിൽ റെസ്റ്റിലുള്ള ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചാർജ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അതാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് അതേസമയം if the charges are not static, if they are moving with constant velocity, അവിടെ എന്തുണ്ടാവും ഒരു സ്റ്റാറ്റിക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതിനെയാണ് നമ്മൾ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് so if the charges are moving with a constant velocity there will be a static magnetic field produced and that is what we call magnetostatics. So electrostatic എന്ന് പറഞ്ഞാൽ charges was at rest, magnetostatics എന്ന് പറഞ്ഞാൽ charges is in motion. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ്. അപ്പം ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടാത്ത ഒരാളോട് നമ്മൾ ചോദിക്കുക വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്, വാട്ട് ഈസ് മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്. അപ്പം ഏറ്റവും ബേസിക് ആൻസർ ഫസ്റ്റ് നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് സേ ഈസ് ദിസ് മച്ച് ഓൺലി. ഇനി നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ നോക്കാം. So a magnetostatic field is produced by a constant current flow. Current flow ചിലപ്പോൾ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ലൈൻ കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പഠിച്ചു ഒന്നെങ്കിൽ ചാർജ് ലൈൻ ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ സർഫസ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ വോളിയം ചാർജ് ആയിരിക്കും. ഈ മൂന്ന് കേസസ് ആണ് നമ്മൾ എല്ലായിടവും പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ബേസിക്സ് പഠിച്ചപ്പോഴും അത് പഠിച്ചു, ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോഴും അത് പഠിച്ചു. ഇവിടെയും നമ്മൾ ഈ മൂന്ന് കേസസാണ് പഠിക്കുന്നത്. അപ്പം ഈ ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ലൈൻ കണ്ടക്ടർ ആണ്, ഒരു ലൈൻ ചാർജ് ആണ്. അപ്പം അതിൽ നമ്മളൊരു സ്മോൾ ലെങ്ത് ഡി എൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഡയറക്ഷൻ അറിയാം എ എൽ ആയിരിക്കും, യൂണിറ്റ് വെക്ടർ ഡയറക്ഷൻ. അപ്പൊ ഐ ഡി എൽ എന്ന് പറഞ്ഞാൽ ഐ ഡി എൽ എ എൽ. അപ്പം ഐ ഡി എൽ എന്ന് പറഞ്ഞാൽ ദ ലൈൻ വിത്ത് ദ കറണ്ട്. അപ്പൊ അതിലൊരു സ്മോൾ ലെങ്ത് ഡി എൽ നമ്മൾ എടുക്കും. നമ്മൾ ഈ ബയോസാവാർട്സ് ലോ ഒക്കെ പറയുമ്പോഴും നമ്മൾ ഐ ഡി എൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുത്താ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ നമ്മൾ എന്താണ് പറയുന്നത്, ഫിലമെന്ററി കണ്ടക്ടർ. ഒരു ലൈൻ ചാർജിലുള്ള ഐ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈൻ ചാർജിലൂടെ പോകുന്ന കറണ്ട് ഐ, ഡി എൽ എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ ഒരു സ്മോൾ ലെങ്ത് ഡി എൽ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ അലോങ് ദി യൂണിറ്റ് വെക്ടർ എ എൽ. നമ്മൾ ആ ലൈൻ എൽ എന്ന് വിളിക്കും. എക്സ് വൈ സെഡ് എന്നൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. ഇപ്പൊ ആ ലൈൻ ഇഫ് ദ ലൈൻ ഇസ് ലൈനിങ് അറൌണ്ട് എക്സ് ആക്സിസ് മീൻസ് ഇറ്റ് വിൽ ബി ഐ എൽ ഡി എൽ എ എക്സ്. ഇപ്പൊ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഇപ്പൊ അലോങ് ദ റേഡിയസ്, ഇപ്പം സ്ഫിയറിന്റെ റേഡിയസിലൂടെയാണ് ആ ലൈൻ പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി അലോങ് എ റോ അല്ലെങ്കിൽ എ ആർ. അങ്ങനെയാ. അപ്പൊ അതിനെയാണ് നമ്മൾ ഫിലമെന്ററി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു സ്മോൾ ലെങ്ത് ഡി എസ് എടുക്കുന്നു. അപ്പൊ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നു. അപ്പൊ എന്താണ്, കറണ്ട് ഐ ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ സർഫസ്, കംപ്ലീറ്റ് സർഫസ്. അതാണ് നമ്മൾ സർഫസ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കേസിൽ എന്താന്ന് നോക്കാം. സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ കെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു ഐ ബൈ ബി. ഇനി ഞാൻ പറഞ്ഞില്ലേ ഐ ബൈ ബി ഇൻറ്റു ദ നോർമൽ യൂണിറ്റ് വെക്ടർ നോർമൽ. സോ ഐ ബൈ ബി എന്താണ്, ബി എന്താണ്, ആ സർഫസിന്റെ വിഡ്ത്ത് ആണ് ബി എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് എന്താണ്, അതിലൂടെ പോകുന്ന കറണ്ട്. അപ്പം സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താണ്, അതിലൂടെ പോകുന്ന കറണ്ട് ഡിവൈഡ് ബൈ വിഡ്ത്ത്. അപ്പം കറണ്ടും വിഡ്ത്തും, അതായത് മീറ്റർ, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പം സർഫസ് ചാർജ് ഡെൻസിറ്റി അതിന്റെ യൂണിറ്റ് എന്താണ്, ആംപിയർ പെർ മീറ്റർ. സോറി. സോ ഐ എന്താണ്, ഐ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എൽ കെ ഡോട്ട് ഡി ബി. അതേസമയം വോളിയം ചാർജ് ആണെങ്കിൽ എന്താണത്, അവിടെ ഒരു വോളിയം ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മളൊരു സ്മോൾ ലെങ്ത് ഡി ബി എടുക്കുന്നു. വിഡ്ത്ത് എന്ന് പറയുന്നത് ബിയും ഹൈറ്റ് എന്ന് പറയുന്നത് എ ആയിരിക്കും. അപ്പൊ വോളിയം ചാർജ് ഡെൻസിറ്റി എന്താണ്, ഐ ബൈ ബി ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ എസ് ജെ ഡോട്ട് ഡി എസ്. ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ, അതായത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്.
ds എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. സോ ഹിയർ ds is equal to breadth into height. അപ്പോൾ നമ്മൾ 3 കേസ് കണ്ടു. ഫസ്റ്റ് എന്ന് പറയുന്നത് ലൈൻ ചാർജിന്റെ കേസ്, ദെൻ അത് കഴിഞ്ഞ് സർഫസ് ചാർജ് ഡെൻസിറ്റി, ദെൻ വോളിയം ചാർജ് ഡെൻസിറ്റി. ഇങ്ങനെ 3 കേസസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിഫറൻഷ്യൽ കറണ്ട് എലമെന്റ് നമ്മൾ നോക്കുന്നു. സോ I dot dl is equal to, നമ്മൾ I dot dl is equal to k dot ds is equal to j dot dv. അപ്പം ലൈൻ ചാർജ് ആണെങ്കിൽ I dot dl ഡിഫറൻഷ്യൽ എലമെന്റ് കാര്യം പറയുന്നത്. കാരണം നമ്മൾ ബയോസവാർട്സ് ലോ ഓരോ ടൈപ്പ് ഓഫ് ചാർജിലും ലൈൻ ചാർജ്, സർഫസ് ചാർജ്, വോളിയം ചാർജ്, ഇത് മൂന്നും എടുക്കുമ്പോൾ അവിടെയുള്ള ഡിഫറൻഷ്യൽ എലമെന്റ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളതൊന്നും അതിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. അപ്പം ലൈൻ ചാർജ് ആണെങ്കിൽ ഇറ്റ് ഇസ് I dot dl, സർഫസ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി k dot ds, ആൻഡ് വോളിയം ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി j dot dv. അതാണ് ഇപ്പൊ നമ്മൾ വിത്ത് എക്സാമ്പിൾ, വിത്ത് ഇക്വേഷൻസ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ബയോസാവാർട്സ് ലോ എന്താന്ന് നോക്കാം. സോ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക്സ് ആണ്, നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ബയോസാവാർട്സ് ലോയും എനിക്ക് തോന്നുന്നു നിങ്ങൾ 11th 12th പഠിക്കുന്നതാണ്, ഓൾറെഡി ബിടെക്കിനും പഠിച്ചിട്ടുണ്ടാവും. സോ വാട്ട് ഡസ് ബയോസാവാർട്സ് ലോ സേ? ബയോസാവാർട്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the differential magnetic field intensity, അപ്പോൾ നമ്മൾ we are concerned about a magnetic field intensity. നമ്മൾ magnetic field intensity സിമ്പിൾ എന്താണ്? H. magnetic field intensity is H, but here നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് differential magnetic field intensity ആണ്, that is DH. So Biot-Savart's law states that the differential magnetic field intensity DH produced at point P by a differential current element IDL. അപ്പം ഒരു പോയിന്റ് പിയിൽ ഒരു ഡിഫറൻഷ്യൽ കറണ്ട് എലമെന്റ് IDL, നമ്മൾ ഓൾറെഡി വരച്ച ഫിഗർ തന്നെ. അപ്പൊ നമ്മൾ ബയോസാവാർട്സ് ലോ ഇനി ഡിറൈവ് ചെയ്യുമ്പോൾ അത് വരയ്ക്കും, അപ്പം കൂടുതൽ മനസ്സിലാക്കാം. IDL is proportional to the product of IDL and sine of the angle alpha between the element. അതായത് എലമെന്റ് എന്താണ്? IDL. അതായത് DL നമ്മൾ കറണ്ടോട് പറഞ്ഞു, കറണ്ട് എലമെന്റ് എന്നാ പറയുന്നത്, അതുകൊണ്ടാണ് IDL എന്ന് വിളിക്കുന്നത്. Proportional to IDL and sine of angle alpha between the element. So angle alpha between the element and the line joining the element to the point P, and is inversely proportional to the square of the distance r between point P and the element. ഫിഗർ കാണിച്ച് പറയാം, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാവും. സോ ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. സോ ഇതിൽ എന്താണ് പറയുന്നത്? It states that the magnetic field intensity DH എന്ന് പറയുന്നത് is proportional to the magnetic field intensity DH at a point P is proportional to the differential current element IDL. So differential current element എന്ന് പറയുന്നത് IDL, അതായത് IDL and sine of angle alpha. ആംഗിൾ ആൽഫ എന്ന് പറയുന്നത് IDLും ആ പോയിന്റുമായിട്ടുള്ള ആംഗിൾ ആണ്, അതിന്റെ സൈൻ വാല്യൂ, സൈൻ ഓഫ് ആംഗിൾ ആൽഫ between the element and the line joining the element, between the element and the line joining the element to the point P, and is inversely proportional to the square of the distance between that point and the line joining the element, point P and the element. അതാണ് പറയുന്നത്. That is DH is proportional to IDL sin alpha divided by r square. So proportionality constant മാറ്റാനായി is equal to K into IDL sin alpha by r square. That is equal to IDL sin alpha by 4 pi r square. That is DH is equal to IDL into എന്താണ്? IDL into 4 pi r square into നമ്മൾ അതിൽ യൂണിറ്റ് വെക്ടർ കൊണ്ടുവന്നു അല്ലേ? അതായത് IDL sin alpha into AR by 4 pi r square. അത് IDL sin alpha എന്താണ്? അപ്പൊ AB sin alpha എന്താണ്? A cross B. അപ്പം IDL ക്രോസ് യൂണിറ്റ് വെക്ടർ AR. അപ്പൊ ഇത് യൂണിറ്റ് വെക്ടർ, നമ്മൾ നേരത്തെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോഴും നമ്മൾ യൂണിറ്റ് വെക്ടർ കൊണ്ടുവരുമല്ലോ, അപ്പൊ അതിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഈസ് നോട്ട് ചേഞ്ചിങ്. സോ IDL ക്രോസ് പ്രോഡക്റ്റ് വിത്ത് AR ഡിവൈഡഡ് ബൈ 4 pi r square ഈസ് ഈക്വൽ ടു, സോ അതെന്താണ്? ഫൈനലി ദിസ് IDL ക്രോസ് R ബൈ 4 വെക്ടർ R എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടുത്തെ നമുക്ക്
എക്സ് വൈ ഇസഡ് ആണ് ഇവിടുത്തെ പോയിന്റ്. അപ്പൊ പിയിലെ പോയിന്റ് x1 y1 z1 ആണെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് യൂണിറ്റ് r കണ്ടുപിടിക്കാം, വെക്ടർ r കണ്ടുപിടിക്കാം. വെക്ടർ r കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് വെക്ടർ r എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ r ഡിവൈഡ് ബൈ മോഡ് ഓഫ് r. അപ്പൊ ഈ മോഡ് ഓഫ് ആറും ഇത് നമ്മുടെ നേരത്തെ നമ്മൾ കൂളംസ് ലോയിലും ഗോസ് ലോയിലൊക്കെ പഠിച്ച പോലെ തന്നെ, ഗോസ് ലോയിലല്ല കൂളംസ് ലോയിലൊക്കെ പഠിച്ച പോലെ തന്നെ ഈ ആറും മറ്റേ ആറും കൂടെ വന്നിട്ട് r ക്യൂബ് ആവും. അപ്പൊ ഇത് വെക്ടർ ആവും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും നന്നായിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ മെഷീൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇപ്പം തമ്പ് എന്ന് പറയുന്നത് ഉണ്ടാവും, പിന്നെ കേളിംഗ് ഓഫ് ദ ഫിംഗർ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡി എച്ചിന്റെ ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ടേം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എച്ച് എന്ന് പറഞ്ഞാൽ മതി. സോ ദ ഡയറക്ഷൻ ഓഫ് ദ ഡി എച്ച് ക്യാൻ ബി ഫൗണ്ട് ബൈ റൈറ്റ് ഹാൻഡ് റൂൾ വിത്ത് ദ റൈറ്റ് ഹാൻഡ് തമ്പ് പോയിന്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. അപ്പൊ തമ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു, നമ്മളൊരു ഫിസ്റ്റിംഗ് തംസ് അപ്പ് പോലെ കൈ പിടിച്ചു. അപ്പം റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ദ റൈറ്റ് ഹാൻഡ് തമ്പ് പോയിന്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ആൻഡ് ദ റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ്, അതായത് ആ നമ്മളിങ്ങനെ മടക്ക് ആ കേളിംഗ് ഓഫ് ദ ഫിംഗേഴ്സ് എൻസർക്ലിംഗ് ഇൻ ദ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡി എച്ച്. നിങ്ങൾ മറ്റേ നിങ്ങൾ മെഷീൻസിൽ പഠിച്ചിട്ടുള്ള ആ കോൺസെപ്റ്റ് തന്നെ ഇതാണല്ലോ, മെഷീൻസിന്റെ കോൺസെപ്റ്റ് ആണല്ലോ ഈ പറയുന്നത്. ഏതൊരു മെഷീൻ എടുത്താലും അപ്പം അതിൽ നിങ്ങൾ പഠിച്ച റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അത് തന്നെ, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ പഠിച്ചപ്പോൾ പഠിച്ച റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അത് തന്നെ ഇവിടെ പറയുന്നത്. തമ്പ് എന്ന് പറയുന്നത് കറണ്ട് ഡയറക്ഷൻ കാണിച്ചാൽ നമ്മുടെ കൈയുടെ മടക്ക്, നമ്മൾ കൈ മടക്കി വെക്കുന്നത് അപ്പം ഇതിന്റെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണിക്കും. അപ്പം നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഇപ്പൊ ഡോട്ട് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്കാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പം കൈ ഇങ്ങനെ മടക്കുന്നതനുസരിച്ചാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ആ ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെഷീൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആയിക്കോളും. സോ ഫോർ എ ഡയറക്റ്റ് കറണ്ട് ചാർജ് ഡെൻസിറ്റി ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഒരു ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ടൈം. therefore del dot j is equal to, അപ്പൊ ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫംഗ്ഷൻ ഓഫ് ടൈം അല്ല. അപ്പം സൈനസോയിഡിലാണെങ്കിൽ അല്ലേ ടൈം അനുസരിച്ച് മാറുന്നുള്ളൂ. അത്രയും കാര്യം ഇവിടെ പറയുന്നുള്ളൂ. നിങ്ങളത് ആലോചിച്ച് അതായത് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം 0 ആണ് ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ. സോ നമുക്കറിയാം ബൈ ഡൈവേർജൻസ് തിയറം ഇന്റഗ്രൽ വി ഡെൽ ഡോട്ട് ഡി വി ഇസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എസ്. അപ്പൊ ജെ എന്ന് പറയുന്നത് കറന്റ് ഡെൻസിറ്റി, ഡി എസ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ, ഡി വി എന്ന് പറയുന്നത് വോളിയം, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ശരിക്കും എന്താണ് പറയുന്നത്, ദ ടോട്ടൽ കറന്റ് ക്രോസിംഗ് എനി, ഇപ്പൊ നമ്മൾ ബയോസാവാർട്സ് നോർമലി എന്താണ് ബയോസാവാർട്സിലോ എന്താണെന്ന് പറയും, ഫോർമുല പഠിക്കും, പ്രോബ്ലം ചെയ്യും. സോ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ അപ്പം അക്കോർഡിംഗ് ടു ബി ദാറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റിംഗ് ലേണിംഗ്. അപ്പൊ കംപ്ലീറ്റ് ആവുന്നില്ല. അതിന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളോട് അറിയണം. പിന്നെ അതിന്റെ കാര്യങ്ങൾ എന്താണ്, ടോട്ടൽ കറന്റ് ക്രോസിംഗ് എനി ക്ലോസ്ഡ് സർഫസ് ഈസ് 0 and this condition may be satisfied only by assuming a current flow around a closed path. എന്താ പറയുന്നത്, the total current flow crossing any closed surface is 0 and this condition may be satisfied only by assuming a current flow. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ എന്താണ് ഗോസ് ലോ ഒക്കെ പഠിച്ചപ്പോഴും ഒരു ഗോസ്റ്റിയൻ സർഫസിന്റെ കാര്യമൊക്കെ പറയാം. അപ്പൊ അതേ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. Okay, it is the current flowing in a closed circuit which must be experimental source, not the differential circuit, because the differential element cannot be isolated. അപ്പൊ എന്താണ് ശരിക്കും ഇത് എന്തോ പറയുന്നേ, ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ the circuit should be a closed one. അതാണ് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊരു ഡിഫറൻഷ്യൽ എലമെന്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കുക. The total current crossing any closed surface is 0 and this condition may be satisfied only by assuming a current flow through around a closed path. It is the current flowing in a closed circuit which must be experimental source, not the differential circuit, because the differential elements cannot be isolated. ശരിക്കും എന്തോ പറയുന്നേ, only integral form of Biot-Savart's law can be verified experimentally. ഇന്റഗ്രൽ ഫോം ഓഫ് ബയോസാവാർട്സ് ലോ മാത്രമേ നമുക്ക് എക്സ്പെരിമെന്റലി വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഡിഫറൻഷ്യൽ ഫോമിൽ
നമുക്ക് ഒരിക്കലും ഈ ഡി എൽ എന്നുള്ള എലമെന്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ എലിമിനേറ്റ് ചെയ്താൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അത്ര എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് ബയോസാവാർട്സ് ലോ, അതിൽ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രൊപ്പോർഷൻ ആണ്, അതായത് ഐ ഡി എൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ എന്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് ഇക്വേഷൻ. അപ്പോൾ അതിപ്പോൾ നമ്മൾ 3 രീതിക്കും പഠിക്കണം: സർഫസ് ഡെൻസിറ്റി, ലൈൻ ചാർജ്, വോളിയം ചാർജ്. സോ അപ്പം ഈ 3 കേസസിനുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 99% എപ്പോഴും ലൈൻ ചാർജിന്റെ ആണ് ചോദിക്കാറുള്ളത്. നമ്മൾ 11th 12th പഠിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ലൈൻ ചാർജ് ഐഡിയൽ സൈൻ ആൽഫ അല്ലെങ്കിൽ ഐഡിയൽ ക്രോസ് ആർ, അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് ആ വെക്ടർ ആയിരിക്കും, ഡിസ്റ്റൻസ് വെക്ടർ ആയിരിക്കും. സോ ഐഡിയൽ ക്രോസ് AR by 4πr². ലൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ K dot ds. അപ്പം ഇതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സർഫസ് കറണ്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ബി K dot ds ആൻഡ് വോളിയം കറണ്ട് ആണെങ്കിൽ ഇറ്റ് വിൽ ബി J dot dv. അതിനുവേണ്ടിയാണ് ആദ്യം അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ 2 കാര്യങ്ങളും അവിടെ അത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ കറണ്ട്, ദ ഡിഫറൻഷ്യൽ എലമെന്റ് വിൽ വേരി. ഓക്കെ, അതുപോലെ തന്നെ ഡി എസ് എന്ന് പറയുന്നത് ഓരോ കോർഡിനേറ്റും അനുസരിച്ച് മാറും. അതിപ്പം കാർട്ടീഷ്യൻ ആണെങ്കിൽ dx dy അല്ലെങ്കിൽ dy dz അങ്ങനെയാവും. സിലിണ്ട്രിക്കൽ ആണെങ്കിൽ എങ്ങനെയാ വരിക? സിലിണ്ട്രിക്കൽ ആണെങ്കിൽ റോ d5 d റോ അങ്ങനെയാ വരിക. ഓക്കെ, അതുപോലെ സ്ഫെറിക്കൽ ആണെങ്കിൽ r sin തീറ്റ. നമ്മൾ ഓൾറെഡി നമ്മളതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നും, ഇതിനാണ് ഞാൻ പറയുന്നത് വി നീഡ് ദ ബേസിക്സ്. ഓക്കെ, ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതുപോലെ സെയിം ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതേ ഒരു ഫ്ലോയിലാണ് നമ്മൾ വന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോഴും ആദ്യം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂളംസ് ലോ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലൈൻ ചാർജ് പറഞ്ഞു. സിമിലർലി ഇവിടെയും നമ്മൾ ബയോസാവാർട്സ് ലോ ഒക്കെ പഠിച്ചു. പിന്നെന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, DH എന്താണ്, അങ്ങനെ DH എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ അതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ഫിലമെന്ററി കണ്ടക്ടർ ആണ് പഠിക്കുന്നത്. സോ നമ്മൾ അവിടെ എടുത്ത അതേ ടെസ്റ്റ് സിസ്റ്റം തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അലോങ് ദ ഇസഡ് ആക്സിസ് നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്, ദർ ഈസ് എ ലൈൻ ചാർജ്. അപ്പം IDL ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് ഉണ്ട്. അപ്പം അതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ഫിലമെന്ററി കണ്ടക്ടർ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഫിലമെന്ററി കണ്ടക്ടർ എന്നാണ് പറയുന്നതെന്ന്. ഓക്കെ, ഇനി ഒരു ഡിസ്റ്റൻസ് അറ്റ് പോയിന്റ് P. ഇപ്പൊ ഇങ്ങോട്ട് മാറി ഒരു പോയിന്റ് P. അപ്പൊ ആ പോയിന്റ് Pയിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് പറയേണ്ടത്. ഓക്കെ, സോ തമ്മിലുള്ള ഡിസ്റ്റൻസ് റോ ആണ്. സോ നമ്മൾ പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡ് ഇവിടുന്നുള്ള ആംഗിൾ α2, ഇവിടുന്നുള്ള ആംഗിൾ α1. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഡെറിവേഷൻ പഠിച്ച ഒരാൾക്ക് ഇത് മനസ്സിലാവും. നമ്മൾ അതേപോലെയാണ് പോകുന്നത്. അപ്പൊ നടുക്കത്തെ ആംഗിൾ ആൽഫ. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ഒക്കെ ചെയ്ത് മനസ്സിലായിക്കോളൂ. ഇവിടെ അത് പഠിക്കാത്ത ആൾക്കാർക്ക് ഇവിടെ ഒന്നും ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലായിക്കോളൂ. സോ കൺസിഡർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് DH at P ഡ്യൂ ടു an element DL at 0 0 Z. അപ്പം DH എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് P ഡ്യൂ ടു ദ എലമെന്റ് DL. അപ്പൊ നമ്മൾ ആ കംപ്ലീറ്റ് ലൈനിൽ ഒരു സ്മോൾ DL എടുത്തു. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും? അക്കോർഡിംഗ് ടു ബയോസാവാർട്സ് ലോ, DH is equal to IDL cross R. R എന്ന് പറഞ്ഞാൽ ആ DL എലമെന്റും പോയിന്റ് P യുമായിട്ടുള്ള ഡിസ്റ്റൻസ്. സോ IDL cross R by 4πr³ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി നമുക്ക് ഓരോന്നും ഇനിയിപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ DL എന്താണ്? along the Z axis. അപ്പൊ DL എന്തായിരിക്കും? ഇറ്റ് വിൽ ബി dz dot az. അതിൽ സംശയമില്ല. ഇനി വെക്ടർ R എന്തായിരിക്കും? അത് ഈ ഫിഗർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണേ. വെക്ടർ R എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് dz dot az ആണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഇപ്പൊ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണെങ്കിൽ ഇത് റോ ആണ്. അതായത് ഇതിപ്പോ ഒറിജിൻ ആയിട്ട് എടുത്താൽ ആ പോയിന്റും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ റോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ ഡിസ്റ്റൻസ് വെക്ടർ എന്ത് വരും? ഇറ്റ് വിൽ ബി റോ എ റോ മൈനസ് z az. ബാക്കി കോർഡിനേറ്റ്സ് ഒന്നും ഇല്ല. അപ്പം ഡെൽ ക്രോസ് ആർ എന്തായിരിക്കും? DL ക്രോസ് ആർ എന്തായിരിക്കും? റോ dz a. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാമല്ലോ. നമ്മള് A ക്രോസ് B, B ക്രോസ് C ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് പഠിച്ച നമ്മള് സ്റ്റോക്സ് തിയറവും കേളൊക്കെ കണ്ടുപിടിച്ചപ്പോഴൊക്കെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് പഠിച്ചത്. അപ്പൊ അതേ ക്രോസ് പ്രോഡക്റ്റ് എടുത്തേക്കുന്നത് DL ക്രോസ് ആർ. സോ റോ dz a
നമ്മൾ അതിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ 1ലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി H is equal to ഇന്റഗ്രൽ I into rho into dz divided by 4 pi. അപ്പോൾ R എന്ന് പറയുന്നത് റോ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ആറിന്റെ മാഗ്നിറ്റ്യൂഡ് റോ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 ഐ ഡി എൽ. ഡി എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ ഡി ഇസഡ് എ ഇസഡ്, അപ്പൊ ഡി ഇസഡ് എ ഇസഡിനെ പിന്നെ മാറ്റി നമുക്ക് റോ ഡി ഇസഡ് എന്ന് മാറ്റി, ആൻഡ് ദെൻ 4 pi റോ സ്ക്വയർ ഇൻറ്റു എ ഫൈ. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇപ്പം എക്സ് വൈ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അലോങ് ഇസഡ് ആയിരിക്കും, യൂണിറ്റ് വിൽ ബി അലോങ് ഇസഡ്. അപ്പൊ ഡിഫറൻഷ്യൽ എലമെന്റ് എടുക്കുമ്പോൾ അല്ലേ, അപ്പൊ അതുപോലെ തന്നെ റോയും ഫൈവ് ആണെങ്കിൽ അലോങ് തേർഡ് ഡയറക്ഷൻ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ എ ഫൈ. ഓക്കെ, ഇനി ഇസഡ് എന്ന് പറയുന്നത് വി നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് റോ കോട്ട് ആൽഫയാണ്. ദിസ് മച്ച് ഈസ് ഇസഡ്, ദിസ് ഈസ് ആൽഫ ആൻഡ് ദിസ് ഈസ് ഇത്രയും റോ. അപ്പം റോ കോട്ട് ആൽഫ, കോട്ട് ആൽഫ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോട്ട് ആൽഫ ഈസ് ഇസഡ് ബൈ റോ, അല്ലെങ്കിൽ റോ ബൈ ഇസഡ്. അത് നിങ്ങൾ എഴുതി നോക്കിക്കോളൂ, അപ്പൊ മനസ്സിലാവും. ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മൾ, അതായത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച അതേ ഡെറിവേഷൻ ഇൻ ടേംസ് ഓഫ് മാഗ്നെറ്റോസ്റ്റാറ്റിക്സ്. ഇസഡ് ഈസ് ഈക്വൽ ടു റോ കോട്ട് ആൽഫ. നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു, ഡി ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് റോ കൊസീക് സ്ക്വയർ ആൽഫ ഡി ആൽഫ. Put in 1, H is equal to minus I by 4 pi integral alpha 1 to alpha 2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടേക്ക് ഡി സെഡിന്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഡി ആൽഫ എ ഫൈ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് എവിടെയും കട്ട് ചെയ്തു. 1 by കോസീക്ക് എന്ന് പറയുന്നത് സൈനായി ഡി ആൽഫ. അങ്ങനെ ഫൈനലി നമുക്ക് ഉത്തരം കിട്ടും. H is equal to I by 4 pi rho cos alpha 2 minus cos alpha 1 into A phi. ഇവിടുത്തെ റോ എന്താണ്? റോ എന്ന് പറയുന്നത് it is the distance from the origin to that point. Okay. Cos alpha 2 minus cos alpha 1. ഇപ്പം ഇതൊരു ഫൈനൈറ്റ് ലെങ്ത് A to B, ഫൈനൈറ്റ് ലെങ്ത് ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലും സെയിം വേ ആ പഠിച്ച. നമ്മൾ ഫൈനൈറ്റ് ലെങ്തിന് നമ്മൾ ഒരു ഇക്വേഷൻ, ഒരു വലിയൊരു ഫോമിലേക്ക് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് കോസ് ആൽഫ 2. നമുക്ക് യു കൻ ജസ്റ്റ് റെഫർ ആൻഡ് സീ ആ ഇക്വേഷൻ. എന്നിട്ട് നമ്മൾ സെയിം കേസിൽ നമ്മൾ എന്താണ് ഇൻഫൈനൈറ്റ് ഷീറ്റ് ലെങ്ത് വന്നാൽ എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. കാരണം എന്നിട്ട് ശരിക്കും നമ്മൾ അതാണ് പഠിക്കുന്നത്. ഇൻഫൈനൈറ്റ് ഷീറ്റിൽ വന്നപ്പോൾ ഉള്ളതും വെച്ചാണ് നമുക്ക് കുറെ പ്രോബ്ലംസ് ഒക്കെ കിട്ടിയത് അല്ലേ. എന്തായിരുന്നു ഇൻഫൈനൈറ്റ് ഷീറ്റ് ലെങ്ത്തിന്റെ ഇക്വേഷൻ? റോ എസ് ബൈ 2 എപ്സിലോൺ, അങ്ങനത്തെ അല്ലായിരുന്നോ? ഇലക്ട്രിക് ഫീൽഡ് ഇൻഫൈനൈറ്റ് വന്നപ്പോ എങ്ങനെയാ വന്നേ? റോ എൽ ബൈ 2 പൈ എപ്സിലോൺ 0 എച്ച്, റോ ബൈ എൽ ബൈ 2 പൈ. അപ്പം അത് വേറൊരു കോൺസെപ്റ്റ്, ഇക്വേഷൻ വേറെ രീതി വരും, പക്ഷെ ദ പ്രൊസീജിയർ ഇസ് സെയിം. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും? അങ്ങനെ വരുമ്പം ആൽഫ 1 എന്ന് പറയുന്നത് 180 ഡിഗ്രി, ആൽഫ 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇതങ്ങ് ഇൻഫൈനൈറ്റ് ലെങ്തിലോട്ട് അങ്ങ് പോവില്ലേ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പൊ ഒരു ആംഗിൾ തന്നെ 180 ആവും, പിന്നെ അടുത്ത ആംഗിൾ ഇല്ല. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് H is equal to I by 2 pi rho into A phi. So this equation is very important. നിങ്ങൾ ഡെറിവേഷൻ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇൻഫിനിറ്റ് ചാർജിൽ ഇതാണ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുക, അതിൽ I എന്താണെന്ന് മനസ്സിലാക്കുക, റോ എന്താണെന്ന് മനസ്സിലാക്കുക, എങ്കിലല്ലേ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും നിങ്ങൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആംപിയർ സർക്യൂട്ട്സ് ലോ ആണ്. ഓക്കെ, സോ ബയോ-സാവാർട്ട്സ് ലോ കഴിഞ്ഞു, ആംപിയർ സർക്യൂട്ട്സ്. അത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ 11th 12th ഇത് തന്നെയാണ് പഠിക്കുന്നത്, ബിടെക്കിന് ഇത് തന്നെയാണ് പഠിക്കുന്നത്. ആംപിയർ സർക്യൂട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് H എന്താണ്? മാഗ്നെറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു ദ കറന്റ് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. ഇന്റഗ്രൽ H ഡോട്ട് dl ഈസ് ഈക്വൽ ടു I എൻക്ലോസ്ഡ്. അപ്പൊ നമ്മൾ നേരത്തെ ഗോസ് ലോ പഠിച്ചു. അപ്പൊ ആ ഒരു ഫ്ലോ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ഇക്വേഷൻസും എടുത്ത് മാഗ്നറ്റിക്, ഇലക്ട്രോസ്റ്റാറ്റിക്, മാഗ്നറ്റോസ്റ്റാറ്റിക്, എന്നിട്ട് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് സൈഡിലും എല്ലാം ഇക്വേഷൻസും കമ്പയർ ചെയ്ത് എഴുതി അങ്ങ് പോവുക. എന്നിട്ട് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഇക്വേഷനെ നോക്കാവൂ. എന്നിട്ട് ആ ഇക്വേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നമ്മുടെ നോട്ട് നോക്കുക, നിങ്ങളുടെ നോട്ട് നോക്കുക. ഓക്കെ, സോ ആംപിയർ സർക്യൂട്ടസ് ലോ. അപ്പൊ ഇവിടെ ആംപിയർ സർക്യൂട്ട് ലോ, അവിടെ ഗോസ് ലോ. അപ്പം അവിടെ ഗോഷ്യൻ സർഫസ്, ഇവിടെ ആംപീരിയൽ പാത്ത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു
കോൺസെപ്റ്റ് പോകുന്നത്. ശരിക്കും നിങ്ങൾ നന്നായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. ആംപീരിയൻ പാത്ത്, ഓക്കെ, ഇന്റഗ്രൽ എച്ച് ഡോട്ട് എൽ ഈസ് ഈക്വൽ ടു ഐ എൻക്ലോസ്. അവിടെ നമ്മൾ ഡൈവേർജൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചു. ഇവിടെ നമ്മൾ സ്റ്റോക്സ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചു. ഡൈവേർജൻസ് തിയറം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഫ്ലക്സ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതിന്റെ കണക്കായിരുന്നു. ഇവിടെ എന്താണ് സ്റ്റോക്സ് തിയറം എന്താണ്? സ്റ്റോക്സ് തിയറം ഓൾറെഡി പഠിച്ചു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ റൊട്ടേഷൻ ഓഫ് ദ വെക്ടർ, അല്ലേ? അതെ. സോ ബൈ അപ്ലൈയിങ് സ്റ്റോക്സ് തിയറം നമുക്കറിയാം ഇന്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? ഡെൽ ക്രോസ് എച്ച് ആർ. ആര് പറഞ്ഞു? സ്റ്റോക്സ് തിയറം പറഞ്ഞു. അതെ. ആംപിയർ സർക്യൂട്ട്സ് ലോ എന്ത് പറയുന്നു? ഇന്റഗ്രൽ എച്ച് ഡോട്ട് ഡി ഈസ് ഈക്വൽ ഐ എൻക്ലോസ്. നമ്മൾ ഗോസ് ലോയിൽ നമ്മൾ അവിടെ ഡൈവേർജൻസ് തിയറം ആയിട്ടായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. സോ integral h dot dl is equal to surface integral s del cross h into ds, that is equation number 2. Also I enclosed is equal to integral over s j dot ds എന്ന് പറയുന്നത് equation number 3. അതായത് surface I enclosed j എന്നാണ് ചാർജ് ഡെൻസിറ്റി. So del cross s is equal to j. ഇത് വളരെ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും del cross h is equal to j. This is a very important equation. Del cross h is equal to j. That is comparing the equation from 1, 2 and 3. We got del cross h is equal to j and this is called. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ എന്തുവാ? ഈ ഒരു റിലേഷൻ തന്നെ നിങ്ങൾക്ക് ഉത്തരവായിട്ട് ചോദിക്കും. അതായത് ആംപിയർ സർക്യൂട്ട് ലോ എന്താണ്? അപ്പം കുറെ റിലേഷൻ ഡെൽ ക്രോസ് എച്ച് ഇക്വൽ ടു ജെ, ഡെൽ ക്രോസ് എച്ച് ഇക്വൽ ടു മൈനസ് ജെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം മനസ്സിലാക്കുക ഡെൽ ക്രോസ് എച്ച് ഇസ് ഇക്വൽ ടു ജെ, അതാണ് ആംപിയർ സർക്യൂട്ട് ലോ. അതുപോലെ തന്നെ ആംപിയർ സർക്യൂട്ട് ലോ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ എച്ച് ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു ഐ എൻക്ലോസ്ഡ്. ഇതെന്താണ്? ആംപിയേഴ്സ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം, അല്ലെങ്കിൽ ഇതിനെ മാക്സ്വെൽസ് തേർഡ് ഇക്വേഷൻ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, പല പേരുകളാണ്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറയാൻ പോവാം. അപ്പം ഇൻഫൈനൈറ്റ് ലൈൻ കറണ്ടിന്റെയും പിന്നെ രണ്ട് കേസാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ കേസ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് ലൈൻ കറണ്ട്. അപ്പൊ എന്താണ്? നമ്മൾ പഴയ പോലെ തന്നെ എക്സ് വൈ സെഡ് കോർഡിനേറ്റിൽ എടുത്തു. നമ്മൾ അവിടെ ഒരു ആംപീരിയൻ പാത്ത് എടുത്തു. നേരത്തെ നമ്മൾ ഗോഷ്യൻ പാത്താണ് എടുത്തിരുന്നത്. ഓക്കെ, നിങ്ങളിത് പഠിക്കുമ്പം തീർച്ചയായും ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ നോട്ട് വെച്ച് അടുത്ത് വെച്ച് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഡി എൽ ആണ്. ലെങ്ത് കറണ്ട് ഐ അതിലൂടെ ഫ്ലോ ചെയ്യുന്നു, നമ്മുടെ ആംപീരിയൻ പാത്തിലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ ഐ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു അപ്പം എച്ച് ഡോട്ട് ഡി എൽ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിപ്പം എന്താണ്? സിലിണ്ട്രിക്കൽ സർഫസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇന്റഗ്രൽ എച്ച് ഫൈ എ ഫൈ ഡോട്ട് ഡി എൽ എന്താണ്? റോ ഡി ഫൈ എ ഫൈ. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ഓൾറെഡി നമുക്കറിയാം. വൈ ഇറ്റ് ഈസ് റോ ഡി ഫൈ എ ഫൈ, യു നോ. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിലുള്ള നമ്മുടെ സർഫസ് ആണ് എടുത്തേക്കുന്നത് along the direction of phi. സോ എന്ത് വരും? എച്ച് ഫൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ അപ്പം എ ഫൈ ഡോട്ട് എ ഫൈ എന്ന് പറയുന്നത് 1i ഡോട്ട് പ്രോഡക്റ്റ് ആംഗിൾ 0 ആയതുകൊണ്ട് റോ ഡി ഫൈ ഇസ് ഈക്വൽ ടു അപ്പം ഫൈ നിങ്ങൾക്ക് അറിയാം, ഫൈ റേഞ്ചസ് ഫ്രം 0 to 2π. അതുകൊണ്ട് തന്നെ ഫൈ എന്ത് വന്നു? എച്ച് ഫൈ ഇൻറ്റു റോ ഇൻറ്റു 2π. സോ ഫൈനലി വാട്ട് യു ഗെറ്റ്? എച്ച് ഇസ് ഈക്വൽ ടു I by 2π rho a phi. Very important. The resultant. അപ്പം നിങ്ങൾ ഞാൻ ഈ ഡെറിവേഷനോട് പഠിപ്പിക്കുന്നത് എന്തിനാണ്? അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ലൈൻ കറണ്ട് എന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, ഇൻഫൈനൈറ്റ് കറണ്ട് 2π rho h, ആ ഒരു ഫിഗർ h dot dl is equal to I enclosed, integral h dot dl is equal to I enclosed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആംപീരിയൻ പാത്ത്. അതൊക്കെ മനസ്സിലാക്കി അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, ചിലപ്പം ഈ ഒരു റിലേഷൻ തന്നെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. വലിയ പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. കാരണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതിലുള്ള ഭൂരിഭാഗം പ്രോബ്ലം ചെയ്യണമെങ്കിലും കാൽക്കുലേറ്റർ വേണം. പക്ഷേ നിങ്ങളോട് ഈ ഒരു റിലേഷൻ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് കാണാൻ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലാക്കി തന്നെ എല്ലാം പഠിക്കുക. ഇനി എന്താണ്? അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് ഇൻഫൈനൈറ്റ് ലൈൻ കറണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫൈനൈറ്റ് ഷീറ്റ് കറണ്ട്. സോ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇൻഫൈനൈറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ. അപ്പൊ നമ്മൾ ആദ്യം ലൈനിനെ പറ്റി പറഞ്ഞു, ഒരു ആംപീരിയൻ പാത്തിൽ. ഇവിടെ നമ്മൾ ഒരു സർഫസിനെ പറ്റി പറയുന്നു. അപ്പം 1, 2, 3, 4 നമ്മുടെ ഓക്കെ, ദിസ് ഇസ് അവർ സർഫസ്. അപ്പൊ നമ്മൾ 4 സൈഡും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പം എക്സ് വൈ സെഡ് പ്ലെയിനിലാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട് മാറ്റി. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് DH1, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് DH2 ഉണ്ടെന്ന് വെച്ചു. അപ്പം ആ ഒരു സർഫസ് കാരണം ആ സർഫസ് ചാർജ് മൂലം
കുറച്ച് ദൂരോട്ട് മാറ്റി ഒരു പോയിന്റ് പി, ഇത് P1 ഇത് P2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് പിയിൽ അല്ലെങ്കിൽ പോയിന്റ് പി ഇസഡ് ആക്സിസിലാവാതിരിക്കുക, ഇറ്റ് ക്യാൻ ബി ഇൻ എനി ആക്സിസ് റൈറ്റ്. സോ ആ പോയിന്റ് പിയിൽ ഇസഡ് ആക്സിസ് 3 ആക്സിസും ഉണ്ടാവാം അതിന്. ആ പോയിന്റ് പിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇപ്പൊ DH1 DH2 ആണെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് DH ആണ് എലോങ് ദ y ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് DH ആണ് എലോങ് ദ y ഡയറക്ഷൻ. ആൻഡ് ദിസ് ഈസ് ദ റൊട്ടേഷണൽ എഫക്ട്. അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ്, സിമിലർലി ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ഉണ്ടാവും. ഇതാണ് ഈ ഒരു, അതായത് ഈ ബിക്കോസ് ഇത് സർഫസ് കറണ്ട് ആണല്ലോ, ഷീറ്റ് അല്ലേ. ഷീറ്റ് എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ ആണ്. അപ്പൊ എല്ലായിടത്തും ആ കറണ്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ അത് കാരണം മാഗ്നറ്റിക് ഫീൽഡ് എല്ലായിടവും ഉണ്ട്. അങ്ങനെയാണ് അവർ റൊട്ടേറ്റിംഗ് എഫക്ട് പോലെ കാണിച്ചത്. അപ്പൊ ഇതിന്റെ എല്ലാം റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഓൾ അലോങ് y ഡയറക്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിൻസ് ദ കറന്റ് ഈസ് ഇൻ ദ ax ഡയറക്ഷൻ, x component of the h will be absent. So since the current is in the ax direction, see this is the ax direction, x component എന്ന് പറയുന്നത് absent ആയിരിക്കും. Because എന്തുകൊണ്ട്? സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ക്യാൻസൽ ആയി പോകും. Because of symmetrical distribution of current with respect to the point at which h is desired, z component of h will get cancelled out and only y component will be present. Okay, മനസ്സിലാവുന്നുണ്ടോ? Current is in the ax direction, so x component of the h will be absent. So നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റിന്റെ റൂൾ ഒക്കെ ഓർക്കും, അപ്പം മനസ്സിലാവും. അതുപോലെ തന്നെ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കാരണം z കോമ്പോണന്റ് തമ്മിൽ ക്യാൻസൽ ആവും and only y component will be present. So എന്താണ് ഫൈനലി പറയുന്നത്? h above the plane at a point is equal and opposite at a symmetrical point located between the plane. So h എന്നാണ് മാഗ്നറ്റിക് ഫീൽഡ്, above the plane at a point is equal. അപ്പം നിങ്ങൾ ശരിക്കും ഇൻഫൈനൈറ്റ് ചാർജ് ആണെങ്കിൽ y കോമ്പോണന്റ് ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ക്യാൻസൽ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്റഗ്രൽ h ഡോട്ട് dl is equal to I. നമ്മുടെ ആംപീരിയൻ ലോ ഇവിടുത്തെ പാത്ത് എന്ന് പറയുന്നത് 1 2 3 4 1 to 2 2 to 3 3 to 4 4 to 1. സോ എന്താണ് hy del y plus h, കാരണം എല്ലാം y ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് കോമ്പോണന്റ്, is equal to k naught into del y, so is equal to minus h1 del naught. സെയിം വേ നമുക്ക് 1 to 2 3 to 4 അങ്ങനെ നമുക്ക് ഓരോന്ന് എഴുതാം. So finally h is equal to k into, so 1 to 2 നമുക്ക് റീഅറേഞ്ച് ചെയ്യുകയാണത്. So finally ഇൻഫൈനൈറ്റ് ഷീറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? k into an by 2. So it is k into an by 2. Okay. Okay, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ബയോസാവാർട്ട്സിലൂടെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു പ്രോബ്ലം നോക്കാം. So first question is, find the magnetic field intensity at the origin due to a current element IDL. കറണ്ട് എലമെന്റ് IDL തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പോയിന്റ് 345 ഇൻ ഫ്രീ സ്പേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ IDL എന്ന് പറഞ്ഞാൽ 3 പൈ തന്നിട്ടുണ്ട്, ആംപിയർ മീറ്റർ യൂണിറ്റ് കറക്റ്റാ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബയോസാവാർട്ട്സ് ലോ പറയുന്നുണ്ട് ദ ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് IDL ക്രോസ് R by 4 pi r cube ആംപിയർ മീറ്റർ. അപ്പൊ ഇതാണ്. ഇപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ ഒരു ഫിഗർ റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റണം. സോ ഐഡിയൽ കറണ്ട് എലമെന്റ് 345 ഉണ്ട്. അപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഇന്റൻസിറ്റി അറ്റ് ഒറിജിൻ. അപ്പം പോയിന്റ് പി എന്നുള്ളത് ഒറിജിൻ ആണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് വേണം. അപ്പം നമ്മൾ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെക്ടർ കണ്ടുപിടിച്ചു. -3ax -4 ഇനി എന്റെ മാഗ്നിറ്റ്യൂഡ് വേണം. അതായിരിക്കുമല്ലോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം എന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട് √3² + 4² + 5². അത് √50 ആണ്. √50. That is equal to √50. So dh is equal to 3 pi into ax plus the same way. So ഇവിടെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. a cross b. So if this is a and this is b, you should do a cross b. So a cross b ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. Don't follow what I am doing. Okay, ക്രോസ് പ്രോഡക്റ്റ് നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. അത് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. സോ എടുത്തു കഴിഞ്ഞാൽ 3 into 2ax. ഇത് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതൊക്കെ ശരിക്കും ഇത് √50 ഒക്കെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് വേണം. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഡയറക്റ്റ് ആ ഒരു റിലേഷനൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവാം. ഇതെന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് പഠിച്ച, അതായത് ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ചാർജ് നമ്മളെ പഠിച്ചു.
I by 4 pi rho into cos alpha 2 minus cos. അതിന്റെ ആപ്ലിക്കേഷൻ വേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ദിസ് വിൽ ബി യുവർ ഹോംവർക്ക് ഫോർ യു. ഞാൻ ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ യു ട്രൈ ടു ഡു ഓൺ യുവർ ഓൺ. എന്താണ് പറയുന്നത്? കണ്ടക്ട്, കാരണം ഇതേ സെയിം ടൈപ്പ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ചെയ്തതാണ്. നിങ്ങൾ ശരിക്കും അത് ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മനസ്സിലായെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കാറുള്ളത്. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് ലൈവ് ആയിരിക്കും. ഇന്ന് ഞാൻ റെക്കോർഡ് സെഷൻ തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അടുത്ത പോർഷനിലേക്ക് പോകാം. So the conducting triangular loop shown here carries a current of 10 ampere. Find H at 005 due to side 1 of the loop. അപ്പം ഈ ഒരു സൈഡ് 1ലൂടെ ഉള്ള കറണ്ട് ഫ്ലോ കാരണമുള്ള എന്താണ് ഈ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ നമ്മൾ വറീഡ്. ഓക്കെ, ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ടെങ്കിലും ജസ്റ്റ് വറീഡ് അബൌട്ട് ഹിയർ. പക്ഷെ ഇവിടുത്തെ ലൈൻ ചാർജ് കാരണം ഒരു എഫക്റ്റ് ഒക്കെ ഇവിടെ വരും. വരുമോ എന്നൊക്കെ ആലോചിക്കണം. ഓക്കെ, വരുമെന്ന് ഞാൻ പറയുന്നത് വരുമെന്നൊക്കെ ആലോചിക്കണം. ഓക്കെ, നമുക്കറിയാം കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് I by 4 pi rho cos alpha 2 minus cos alpha 1 ആണ്. സോ ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൽഫ 2 ആൽഫ 1 ഒക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ക്യാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആൽഫ 1ഉം ആൽഫ 2ഉം കണ്ടുപിടിക്കുന്നതില്ല. ഫിഗർ ഗിവൺ ആണ്. ഇത് 0.1, ഇത് 0.2. ഓക്കെ, കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 1 എന്നും പറയുന്നുണ്ട്. കോർഡിനേറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം അല്ലേ. പിന്നെ 005 ഉണ്ട്. സോ ആലോചിച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ആൻസർ ഇസ് -59.1. ഓക്കെ, സോ യു ജസ്റ്റ് ട്രൈ ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? സോ നമ്മൾ ശരിക്കും നിങ്ങളത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കമ്പയർ ചെയ്ത് പഠിക്കുക, എങ്കിലേ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. ഓക്കെ, സോ വി ഹാവ് സീൻ എ ലോട്ട് ഓഫ് പോർഷൻസ് ടുഡേ. സോ നമ്മൾ ആദ്യമായിട്ട് തന്നെ ബയോസാവാർട്സ് ലോ, അതിന് മുമ്പ് ഡിഫറൻഷ്യൽ എലമെന്റ്സ് പഠിച്ചു, ബയോസാവാർട്സ് ലോ പഠിച്ചു, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ് പഠിച്ചു, ദെൻ ഇൻഫിനൈറ്റ് ചാർജ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കി, അത് കഴിഞ്ഞ് ആംപിയേഴ്സ് ലോ നോക്കി, ആംപീരിയൻ പാത്തിനെ പറ്റി പഠിച്ചു, ആംപീരിയൻ പാത്ത്, ഡെൽക്രോസിറ്റി അങ്ങനെയുള്ള, ദെൻ ഇൻഫൈനൈറ്റ് ലൈൻ കറണ്ട്, ഇൻഫൈനൈറ്റ് ഷീറ്റ് കറണ്ടിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യിച്ചു. അടുത്തത് ഞാൻ പ്രൂവ് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ സ്വയം ചെയ്യുക. ഓക്കെ, ശരിക്കും ഇന്ന ഇക്വേഷൻസ് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഐ ആം വൈൻഡിങ് അപ്പ് ദ ക്ലാസ് ടുഡേ. See you in the next class. Thank you.